പാരമ്പര്യമായിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. കൊല്ലം എന്ന് പറഞ്ഞാൽ അതിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലം, അതുപോലെ കുണ്ടറ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി സെക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആണ്, സ്റ്റക്ക് ആയിട്ടിരിക്കുക. അപ്പം അത് കാരണം ഒരുപാട് പേരുടെ തൊഴിൽ പോവുകയും പിന്നെ പട്ടിണിയാവുകയും ആത്മഹത്യ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെ, നമ്മളൊരാളുടെ പ്രശ്നമായിട്ട് ഒരാൾ വരുമ്പം നമുക്കത് മനസ്സിലാക്കാനും അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാനുള്ള മനസ്സാധ്യം ഉണ്ടാവും. അപ്പം അത് 100% ഞാൻ യോജിക്കുന്നു. ഡിജിറ്റലൈസ് ചെയ്ത് പുറമെ പോകുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ പിടിച്ചെത്തി നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂത്ത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇന്ത്യയിൽ തന്നെ വേണം. എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് ആ നാടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് ആദ്യത്തെ അധ്യായം. അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. പ്രോപ്പറായിട്ട് ആരും ഹെൽത്ത് ചെക്കപ്പ് ഒന്നും ചെയ്യാറില്ല, മനസ്സിലായി, അതൊക്കെ പ്രോപ്പർ ആക്കുക. ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി അവർ ഓക്കെ ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, മനസ്സിലായില്ലേ. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് ആരോഗ്യത്തിൽ ഒന്നുമില്ല, ആരോഗ്യത്തിന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം. 100% ഞാൻ യോജിക്കുന്നു. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പോൾ നമ്മുടെ BJP ആണ് ഭരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇനി ഞാൻ ഇതിൽ MLA ആയി കഴിഞ്ഞാൽ എനിക്ക് രാജ്യസഭ വഴി അവിടെ ആക്സസ് കിട്ടും. സോ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ VV രാജേഷ് കോർപ്പറേഷൻ, മനസ്സിലായില്ലേ, ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഒരുപാട് പാർട്ടികളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് ചാൻസ് അഷ്ടമുടി കായൽ ഇവിടെ ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഈ അഷ്ടമുടി കായലിൽ നമ്മളൊരു ടൂറിസം ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതുവഴിയും ജോലി സാധ്യത കൊടുക്കാൻ പറ്റും. ഹോം സ്റ്റേയും ബോട്ടിങ്ങും ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കർഷകർക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് ഒരുപാട് സബ്സിഡീസ് ഒക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൂടെ ചിന്തിക്കുന്നത്. അടുത്തത് യൂത്തിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ കയ്യിലാണ് ആദ്യ സാധനം. കാരണം ജെൻസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയാൻ കുരുത്തൻ്റെ കുട്ടികളില്ല, അവരാണ് കറക്റ്റ് വിഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ജനറേഷൻ നമ്മളെ കുരുത്തക്കട്ടെ അല്ലേ. സോ അവർ ഞാൻ റെസ്പെക്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് എഫർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നാട് എന്ത് ചെയ്യാൻ പറ്റും, നന്നാവാൻ പറ്റും, മനസ്സിലായില്ലേ. സോ നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നാട് നന്നായി കാണണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യും, നമ്മൾ എഫേർട്ട് ഇടും, മനസ്സിലായില്ലേ. അതിനുവേണ്ടി ട്രൈ ചെയ്യും. ആണുങ്ങൾ ഇടപെടേണ്ടി വരും. ഞാൻ 7 വർഷം നൈറ്റ് IP പേഷ്യൻ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ മൊത്തം ഡ്യൂട്ടി ചെയ്തിരുന്ന ആളാണ്. ഇന്നേവരെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് പോലും വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്, മനസ്സിലായില്ലേ. സോ അതിന് ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു നാട് നമുക്ക് എന്താ പറയുക, കേരളത്തിൽ ഇനി അടുത്ത ഇലക്ഷൻ്റെ സമയത്ത് ഒരു ഇതാ കുണ്ട്രയെ കണ്ടുപിടിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ എനിക്ക് VV രാജേഷ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ പറഞ്ഞ കണക്ക് കുണ്ട്രയിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ ചെയ്യണം. അത് നമ്മൾ തീരുമാനിക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ് വേണമെന്ന് പറഞ്ഞു. സോ അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്, മനസ്സിലായില്ലേ. സോ ഓപ്പർച്യൂണിറ്റി തരിക, പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് തരിക. കാരണം സെൻട്രൽ ഗവൺമെന്റ് BJP ഭരിക്കുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ടാവും. നമ്മളത് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോഴല്ലേ അതിന് മഹത്വം ഉണ്ടാകുന്നു. അത് ആക്ച്വലി കിട്ടുന്നില്ല, മനസ്സിലായില്ലേ. ഉറപ്പായിട്ടും നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മളൊരാൾ ഇവിടെ ഉണ്ടാവും, മനസ്സിലായി. നിങ്ങൾ എനിക്കൊരു ചാൻസ് തരൂ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഞാൻ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. കാരണം ഇരിക്കാനല്ല ഈ മുറിയിലെത്തിയത് എന്ന ബോധ്യം അയാൾക്കെന്നും ഉണ്ടാകും.